പഴയ ഒരു വീട് പെയിൻ്റ് അടിച്ച് പുത്തനാക്കുക എന്ന് പറഞ്ഞത് ഒരു ഏറ്റവും വലിയ ടാസ്ക് തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ആക്കാനുണ്ടാവും. അങ്ങനെ നമ്മളെ സുഹൃത്തുക്കൾ ചേർന്നൊരു വീട് പണി ചെയ്യുന്നൊരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ അവർ അതിൻ്റെതായ രീതിയിൽ ഭംഗിയോടെ എല്ലാ കാര്യങ്ങളും തേക്കിൻ്റെ ഡിസൈൻ വരെ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളോട് കൂടെ പെയിൻ്റ് അടിച്ച ടീം തന്നെയാണ്. അപ്പോൾ പുറത്ത് നിങ്ങൾ ആദ്യം കണ്ടത് ഇതിൻ്റെ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ആ വീട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആ വീടിൻ്റെ മൊത്തം വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ് കാര്യമായിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് അങ്ങനത്തെ അതായത് എല്ലാ ജില്ലയിലുള്ള കേട്ടോ. കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി, പയ്യോളി, വടകര, പിന്നെ തിക്കോടി, മൂടാടി, തിരുവള്ളൂർ, ആ വഴിക്കൊക്കെ വടകര, ചോറോട്, തലശ്ശേരി, ആ വഴിക്കൊക്കെ എവിടെയെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ പണിയും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ പല മാറ്റങ്ങളും വരുത്താനുള്ള പലരും അഭിപ്രായപ്പെടും. പക്ഷേ അവർക്ക് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തേക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള തേക്ക് വരക്കുന്ന ആളുകളുണ്ടല്ലോ, ശരിയായിട്ട് തേക്ക് വര ഡിസൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ബാലുശ്ശേരിയുള്ളൊരു ടീമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഭയങ്കര റേറ്റാണ്. തേക്ക് എന്ന് പറയുന്നത് നമ്മളെ ഒറിജിനൽ തേക്കിൻ്റെ അതേ രീതിയിൽ ഇതെല്ലാം മാറ്റടിച്ചിട്ടുള്ളൂ. ഇതിനൊന്നും തേക്ക് ഡിസൈൻ വരച്ചിട്ടില്ല. പിന്നെ അപ്പോൾ തേക്ക് ഡിസൈന് വരക്കുക എന്ന് പറയുന്നത് തന്നെ ടാസ്ക്കാണ്. അപ്പോൾ വീട് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വീടിൻ്റെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് തന്നെ ഒരു വീടിൻ്റെ ഒരു പുതിയൊരു വീട് എന്നുള്ള രീതിയിലാണ്. പഴയ വീട് എന്നല്ല, പഴയ പെയിൻറ്റിങ് മാറ്റി പുതിയ പെയിൻറ്റിങ് മാറ്റി തന്നെ വീട് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിവിടെ ഏകദേശം നമ്മൾ മാക്സിമം ചെയ്ത്